Hi dear students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 13.2 എന്നുള്ള എക്സസൈസിലെ ലാസ്റ്റ് 4 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7, 8 ഈ 4 പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 13.2 എക്സസൈസിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. A vessel is in the shape of an inverted cone. Its height is 8 cm and its radius of its top, which is open, is 5 cm. It's filled with water up to the brim. When lead shots, each of which is a sphere of radius 0.5 cm, are dropped into the vessel, 1/4 of the water flows out. Find the number of lead shot dropped in the vessel. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ, ഒരു ഇൻവേർട്ടഡ് കോൺ ഉണ്ട് അല്ലേ. സോ ആദ്യം ഒരു ഇൻവേർട്ടഡ് കോൺ നമുക്ക് വരയ്ക്കാം. ഒരു കോൺ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പിലായിരിക്കും, താഴേക്ക് അല്ലേ, അതിൻ്റെ വെർട്ടെക്സ് താഴേക്ക് വരുന്ന തരത്തിൽ. ഇതാണ് ഇൻവേർട്ടഡ് കോൺ എന്ന് പറയുന്നത്. ഈ ഷേപ്പിൽ വരുമ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് താഴേക്ക് വരുന്ന തരത്തിലുള്ള കോൺ. ഇനി എന്താ പറയണത്, ഇൻവേർട്ടഡ് കോണിൻ്റെ ഫോമിലാണെന്ന് പറയുന്നു. ഹൈറ്റ് ഈസ് 8 cm. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഗിവൺ, 8 cm. അപ്പോൾ ഇത് 8 cm ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വാട്ട് ഇറ്റ് ഈസ് ഗിവൺ, വിച്ച് ഈസ് ഓപ്പൺ ആൻഡ് ഈസ് 5 cm ഈസ് ദ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു 5 cm ആണെന്ന് പറയണം. ഇറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു ദ ബ്രിം. അപ്പോൾ ബ്രിം വരെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ is filled with water. When lead shots, each of which is a sphere of radius 0.5 cm. ഒരു ലെഡ് ഷോട്ട് ഉണ്ട്, ഒരു ലെഡ് ഷോട്ട് അല്ല, ലെഡ് ഷോട്ടിൻ്റെ റേഡിയസ് 0.5 cm ആണെന്ന് പറയുന്നു. ഇവിടെ 2 റേഡിയസ് ഉള്ളതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ക്യാപിറ്റൽ R ആയിട്ട് എടുക്കാം, ഇത് സ്മോൾ r ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ലെഡ് ഷോട്ട് ഏത് ഫോമിലായിരിക്കും വരിക, ഒരു സ്പിയറിൻ്റെ ഫോമിലായിരിക്കും ഒരു ലെഡ് ഷോട്ട് ഉണ്ടായിരിക്കുക. അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് 0.5 cm ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, 1/4 ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. അതായത് ലെഡ് ഷോട്ട്സ്, നമ്മളിതുപോലത്തെ ലെഡ് ഷോട്ട്സ് ഈ വാട്ടറിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വാട്ടർ പുറത്തേക്ക് വരും അല്ലേ. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ടെല്ലിങ്. അപ്പോൾ ലെഡ് ഷോട്ട്സ് അതിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടർ വിൽ ബി കമ്മിങ് ഔട്ട്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ എക്സ്പ്ലെയിനിങ്. അങ്ങനെയാണെങ്കിൽ ഒരു ലെഡ് ഷോട്ടിൻ്റെ റേഡിയസ് ആണ് 0.5. അങ്ങനെ കുറേ ലെഡ് ഷോട്ട്സ് നമ്മൾ ആ കോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത്രയും വാട്ടർ അതിൽ നിന്ന് പുറത്തേക്ക് വരും. എത്ര വാട്ടറാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് 1/4 ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട്. അപ്പോൾ ലെഡ് ഷോട്ട്സ് അതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വോളിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത്രയും വോളിയം അതിന് പുറത്തേക്ക് വരും അല്ലേ, നമുക്കറിയാം പ്രിൻസിപ്പിൾ. അപ്പോൾ വാട്ട് ഇസ് എ വോളിയം യു ആർ ഇൻസേർട്ടഡ്, സെയിം വോളിയം വിൽ ബി കമ്മിങ് ഔട്ട് ഓൾസോ. രണ്ടും ഈക്വൽ ആയിരിക്കും. എത്ര വോളിയാണ് ഇൻസേർട്ട് ചെയ്യണത് അത്രയും വോളിയാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് വരിക. അപ്പോൾ വോളിയം പുറത്തേക്ക് വന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 1/4 ഓഫ് ദ വാട്ടർ. കോണിൻ്റെ 1/4 ഓഫ് വാട്ടർ ആണ് എന്ത് ചെയ്തത്, പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഡ്രോപ്ഡ് ഇൻ ദ വെസൽ. എത്ര ലെഡ് ഷോട്ട്സ് നിങ്ങൾ അതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് 1/4 ഓഫ് ദ വാട്ടർ കംസ് ഔട്ട്. ഇതിലെ 1/4 ഓഫ് ദ വാട്ടർ പുറത്തേക്ക് വരാനായിട്ട് എത്ര നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ആയിരിക്കും അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കാര്യം, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ എത്ര വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും പുറത്തേക്ക് വരിക, അത്ര വോളിയം ആയിരിക്കും നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 cm ആണ്, 5 cm3. നമുക്കറിയാം ഇതൊരു സ്പിയർ ആണ് അല്ലേ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ cm3. ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, ഈ ക്വസ്റ്റ്യനുള്ളതല്ല, ഒരു എക്സാമ്പിൾ 5 cm3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 10 ലെഡ് ഷോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര വോളിയം ആയിരിക്കും, ടോട്ടൽ വോളിയം ഓഫ് ദ ലെഡ് ഷോട്ട്സ് എത്ര എണ്ണമായിരിക്കും വരിക, 10 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 cm3 വോളിയം ആയിരിക്കും 10 ലെഡ് ഷോട്ട്സിന് വരിക. അപ്പോൾ ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയം 5 ആണെങ്കിൽ 10 ലെഡ് ഷോട്ട്സ് ആണ് ഉള്ളതെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട്സ് ഏതായിരിക്കും വരിക, 50 cm3.
അപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുക? ഒരെണ്ണത്തിൻ്റെ വോളിയത്തിന് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 10 ലെഡ് ഷോട്ട്സ് ആണെങ്കിൽ 10 ഇൻറ്റു വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. അതാണ് അതിൻ്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ഇവിടെ നമുക്ക് ഈ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക നോക്കാം. 4 ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഇൻ കോൺ is equal to n into volume of a lead shot. lead shot എന്ന് പറയാം. lead shot എന്ന് പറഞ്ഞത് ഏത് ഷേപ്പിലാണ്? ഒരു സ്പിയറിൻ്റെ ഷേപ്പിലാണ്. അത് മനസ്സിലാക്കണം. അത് എഴുതിയതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. എത്ര വാട്ടറാണ് പുറത്തേക്ക് വന്നത്? 1/4 ഓഫ് ദ കോൺ. അപ്പോൾ 1/4 ഓഫ് വോളിയം ഓഫ് വാട്ടർ ഇൻ എ കോൺ എന്ന് പറയുന്നത് എത്ര വോളിയാണോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് അതിന് ഈക്വൽ ആയിരിക്കും. എത്ര വോളിയം ഇൻസേർട്ട് ചെയ്യണേ? ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്. നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കണേ. അത് നമുക്കറിയില്ല. അത് n ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ n ഇൻറ്റു ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയത്തിന് എത്ര ലെഡ് ഷോട്ടാണ് ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട് എന്ന് പറയുന്നതായിരിക്കും വോളിയം ഓഫ് വാട്ടർ കംസ് ഔട്ട്. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആവും. എത്ര വാട്ടറാണ് പുറത്തേക്ക് വരുന്നത് അത്രയും വോളിയാണ് ഇൻസേർട്ട് ചെയ്യണത്. വോളിയം എന്ന് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ലെഡ് ഷോട്ടിൻ്റെ വോളിയം ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്. ഒരു വോളിയം ഓഫ് ലെഡ് ഷോട്ടിൻ്റെ വോളിയത്തിന് വോളിയം ഓഫ് ലെഡ് ഷോട്ടിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വോളിയം ഓഫ് ലെഡ് ഷോട്ട് കിട്ടും. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വലാണ്. കാരണം എത്രയാണോ ഇൻസേർട്ട് ചെയ്യണത് അത്രയും വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുക? പുറത്തേക്ക് വരും. രണ്ടിൻ്റെ വോളിയം ഈക്വൽ ആണെന്നുള്ള ഒരു ഐഡിയ വേണം. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഇൻ എ കോൺ എന്ന് പറഞ്ഞാൽ കോണിൻ്റെ വോളിയം എന്നർത്ഥം. കോണിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല 1/3 പൈ r സ്ക്വയർ h. ഇവിടെ ക്യാപിറ്റൽ R ആണ് നമ്മൾ എടുത്തിട്ടുള്ള 2 റേഡിയസ് ഉള്ളത് കൊണ്ട് 1/3 പൈ r സ്ക്വയർ h ഈസ് ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്. അത് n ഇൻറ്റു വോളിയം ഓഫ് എ ലെഡ് ഷോട്ട്. ഒരു ലെഡ് ഷോട്ട് ഏത് ഷേപ്പിലാണ്? സ്പിയറിൻ്റെ ഷേപ്പിലാണ് അല്ലേ? സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല ഏതാ? 4/3 പൈ r ക്യൂബ്. സോ n ഇൻറ്റു 4/3 പൈ r ക്യൂബ് എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ഒരു /3 ഉണ്ട്, ഇവിടെ ഒരു /3 ഉണ്ട് രണ്ട് സൈഡിലും അല്ലേ? ഇക്വേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരൊറ്റ ടേമാണ്. അപ്പോൾ /3 ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു പൈ കോമൺ ആണ്, രണ്ട് സൈഡിലും പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ട് സൈഡിലും ഓരോ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈ ക്യാൻ ബി ക്യാൻസൽ. ഇനി ഇവിടെ വരുന്നത് ഏതാ? r സ്ക്വയർ അല്ലേ? ആറിൻ്റെ റേഡിയസ് നമുക്കറിയാം. കോണിൻ്റെ റേഡിയസ് എത്രയാണ്? 5. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1/4 അവിടെ ഉണ്ട്, അത് അതുപോലെ എഴുതി. റേഡിയസ് 5 ഇൻറ്റു 5 ഇൻറ്റു h എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ അല്ലേ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു n അതുപോലെ തന്നെ എഴുതി. 4 അവിടെ ബാക്കിയുണ്ട്, അതുപോലെ 4 തന്നെ എഴുതി. റേഡിയസ് ഓഫ് സ്ഫിയർ ഏതാ? 0.5 ആണ്. 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 r ക്യൂബാണ്. അതുകൊണ്ട് ഇതുപോലെ വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ 4 8 കട്ട് ചെയ്യാം. എത്ര ടൈംസാ? 2 ടൈംസ്. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടാവുക 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഈ 4ഉം ഈ എല്ലാ ടേമിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ആവും അല്ലേ? ഈക്വൽ ടു എത്രയായി? n എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 2 4ൽ കട്ട് ചെയ്ത് കളയാം. എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? ബാക്കി ഉണ്ടാവുക 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു n ആയിരിക്കും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ഡെസിമൽ മാറ്റാനായിട്ട് കേട്ടോ. മുകളിൽ ഡെസിമൽ കഴിഞ്ഞ് 1 2 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡെസിമൽ കളയാൻ. അപ്പോൾ ന്യൂമറേറ്ററിനെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡെസിമൽ കളയാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ഇൻറ്റു 5 ഇൻറ്റു 1000 അതായിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്തു വരും?
2 ഇൻറ്റു 0.5 ഈ 3 ടേമിന് ഡെസിമൽ കളയും അല്ലേ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നായി ഡെസിമൽ മാറ്റിയിട്ടാ ഈക്വൽ ടു n നമുക്കറിയാം 5 5 5 5 ക്യാൻ ബി ക്യാൻസൽ 2 ഇൻറ്റു 5 10 ആണ് അതിപ്പോൾ ഒരു 10ൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും വരിക n ഈസ് ഈക്വൽ ടു 100 അപ്പോൾ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എത്ര 100 അപ്പോൾ എത്ര ലെഡ് ഷോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും 100 ലെഡ് ഷോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് 1/4 ഓഫ് ദ വോളിയം ഓഫ് വാട്ടർ വിൽ ബി കമ്മിങ് ഔട്ട് അങ്ങനെയാണ് അത് വരിക അപ്പോൾ അതിൻ്റെ ആൻസർ വരിക എത്ര ഇൻസേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് 100 ലെഡ് ഷോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷേ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണിത് കേട്ടോ നല്ലോണം ശ്രദ്ധിക്കുക ചെയ്യേണ്ടത് ഐഡിയ ഇതാണ് എത്ര വോളിയമാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അത്ര വോളിയം ആയിരിക്കും പുറത്ത് വരും അപ്പോൾ വോളിയം ഇൻസേർട്ട് ചെയ്തത് കണ്ടുപിടിക്കാൻ ഒരു ലെഡ് ഷോട്ടിൻ്റെ വോളിയത്തിന് എത്ര ലെഡ് ഷോട്ടാണുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ 6 I shall read a solid iron pole consists of a cylinder of height 220 cm and base diameter 24 cm which is surmounted by another cylinder of height 60 cm and radius 8 cm. Find the mass of the pole given that 1 cm cube of iron has approximately 8 gram mass. ഇതായിരുന്നു question number 6. അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് പൈ ഷുഡ് ബി ടേക്കൺ ആസ് 3.14 എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൈയുടെ വാല്യൂ ഇവിടെ നമുക്ക് 3.14 വേണം എടുക്കാനായിട്ട് കേട്ടോ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് അവർ ഹിൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ തന്നെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവർ കട്ട് ചെയ്യും എക്സാമിന് ഹാഫ് മാർക്കൊക്കെ മിസ്സാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതേ വാല്യൂ തന്നെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സോളിഡ് അയൺ പോൾ ആണെന്ന് പറയണം എന്താ പറഞ്ഞിട്ടുള്ളത് 2 സിലിണ്ടർ ഉണ്ട് അല്ലേ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 220 സെൻറ്റിമീറ്റർ അപ്പോൾ ആദ്യം ഒരു വലിയ സിലിണ്ടർ ഉണ്ടാവും ഇതുപോലെ അതിൻ്റെ മുകളിൽ ചെറിയ വേറൊരു സിലിണ്ടർ ഉണ്ട് 2 സിലിണ്ടർ കൂടി ജോയിൻ ചെയ്തതാണ് ഒരു പോൾ എന്ന് പറയുന്നത് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് which is surmounted by another cylinder അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ വേറൊരു സിലിണ്ടർ ഉണ്ട് അതാണ് ഫിഗറിൽ പറയണത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്നെ തന്നിട്ടുള്ള കണ്ടീഷൻസ് താഴെയുള്ള സിലിണ്ടർ അല്ലേ ലോവർ സിലിണ്ടർ എന്ന് പറയും അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 220 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് അപ്പോൾ ക്യാപിറ്റൽ എച്ച് എടുക്കാം 24 സെൻറ്റിമീറ്റർ ആണ് ഡയാമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ അല്ലേ ഇതിൻ്റെ ലോവർ സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ 24 സെൻറ്റിമീറ്റർ എന്ന് പറയണം ഡയാമീറ്റർ 24 സെൻറ്റിമീറ്റർ ആണ് ക്യാപിറ്റൽ ഡി എന്ന് എടുക്കാം അല്ലേ 24 ആണെങ്കിൽ ക്യാപിറ്റൽ ആർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക 12 സെൻറ്റിമീറ്റർ അപ്പോൾ ലോവർ സിലിണ്ടർ താഴെയുള്ള സിലിണ്ടറിൻ്റെ വിച്ച് ഈസ് എ ബിഗർ വൺ അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആവും കാരണം ഡയാമീറ്റർ 24 എന്ന് പറയണം അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും 12 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് സർമൗണ്ടഡ് ബൈ അനദർ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് വാട്ട് ഈസ് ഗിവൺ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ഇതിൻ്റെ റേഡിയസ് ആണ് 8 സെൻറ്റിമീറ്റർ എന്ന് പറയണം അപ്പോൾ അപ്പർ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ് എത്ര 8 സെൻറ്റിമീറ്റർ എന്ന് പറയണം ഇനി ക്വസ്റ്റ്യനിൽ പറയാം ഫൈൻഡ് ദ മാസ് ഓഫ് ദ ഗിവൺ പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കണം മാസ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം വോളിയം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡ് എന്ന് പറയാം അല്ലേ അതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം വോളിയം കണ്ടുപിടിക്കണം ഇവിടെ ഏതൊക്കെ രണ്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സിലിണ്ടർ ആണ് ഒന്ന് ബിഗർ വണ്ണും ഒന്ന് ഏതാ സ്മോളർ വൺ അല്ലെങ്കിൽ ഒന്ന് ലോവർ വണ്ണും ഒന്ന് അപ്പർ വണ്ണും ആണെന്ന് പറയാം അല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം വോളിയം ഓഫ് സോളിഡ് എന്ന് പറയാം അല്ലേ സോളിഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക വോളിയം ഓഫ് ലോവർ സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് അപ്പർ സിലിണ്ടർ രണ്ട് സിലിണ്ടർ ഉണ്ട് ഒന്ന് ലോവറും ഒന്ന് അപ്പറും അല്ലെങ്കിൽ നമുക്ക് പറയാം ബിഗറും സ്മോളർ എന്ന് പറയാം അല്ലേ ആ രണ്ടിൻ്റെയും വോളിയം ആയിരിക്കും ഇവിടെ വരും അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിന് ഫോർമുല കൊടുക്കുകയാണ് വോളിയം ഓഫ് ലോവർ സിലിണ്ടർ അതായത് ഈ സിലിണ്ടറാണ് വരിക അതിൻ്റെ ഫോർമുല രണ്ടിൻ്റെയും സെയിം ആണ് രണ്ട് സിലിണ്ടർ തന്നെയാണ് അല്ലേ ഫോർമുല നമുക്ക് സിലിണ്ടറിൻ്റെ അറിയാം പൈ ആർ സ്ക്വയർ എച്ച്
അപ്പോൾ ലോവർ സിലിണ്ടർ ബിഗർ വൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ അത് വേറെയാണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എച്ച് ആണ് യൂസ് ചെയ്തത് ഈ സിലിണ്ടറിന്. പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് രണ്ടാമത്തെ സിലിണ്ടർ എങ്ങനെ എടുക്കാം, പൈ സ്മോൾ ആർ സ്ക്വയർ എച്ച്. എപ്പോഴും ശ്രദ്ധിക്കുക, റേഡിയസ് സെപ്പറേറ്റ് ആകുമ്പോൾ ഒന്ന് ക്യാപിറ്റൽ ഒന്ന് സ്മോൾ എടുക്കാം. ഇവിടെ ഹൈറ്റും സെപ്പറേറ്റ് ആണ്, അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ എച്ചും ഒന്ന് ഏത് ചെയ്യാം, സ്മോൾ എച്ചും ആയിട്ട് എടുക്കുക. ഇതിൽ കോമൺ ആയിട്ട് ടേം വരുന്നുണ്ട് അല്ലേ. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും കോമൺ ടേം ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. പൈ കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് പൈ പുറത്തെടുത്തു. ബാക്കി ഇവിടെ ആർ സ്ക്വയർ എച്ച് അതാണ് വരിക. രണ്ടാമത്തെ ടൈമിൽ സ്മോൾ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും വരിക. വിച്ച് ഈസ് ഈക്വൽ ടു പൈയുടെ വാല്യൂ എത്ര, 22/7 എന്ന് കൊടുത്തു. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. 12 സ്ക്വയർ ആണ്. അപ്പോൾ 12 ഇൻറ്റു ഹൈറ്റ് എത്ര, 220. അടുത്ത് സ്മോൾ ആർ സ്ക്വയർ ആണ്. സ്മോൾ ആർ 8 ആണ് അല്ലേ. 8 ഇൻറ്റു എച്ച് എത്ര, 60. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ 22/7 ഇൻറ്റു 12 ഇൻറ്റു 12 144 ഇൻറ്റു 220 എന്ന് വരും. പ്ലസ് 8 ഇൻറ്റു 8 64 ഇൻറ്റു 60 എന്ന് വരും. ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 144 ഇൻറ്റു 220 അല്ലേ. 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് 0 ആഡ് ചെയ്യാം. What you will be getting is 3168. ഒരു 0 ആഡ് ചെയ്യാണ്ട് 0 പ്ലസ് 64 ഇൻറ്റു 6 അല്ലേ. 3840. 64നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3840 എന്ന് വരും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 22/7 ഇൻറ്റു ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും 31680 പ്ലസ് 3840 ആഡ് ചെയ്യുമ്പോൾ 0 3550 ആണ് വരുന്നത് അല്ലേ. 22/7. ഇവിടെ പൈയുടെ വാല്യൂ 3.14 എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ 22/7 പകരം 3.14 എന്ന് എടുത്ത് ചെയ്യാം. ക്വസ്റ്റ്യനിൽ അവർ ഹിൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഏതാ, 3.14 എടുക്കാനായിട്ട്. അപ്പോൾ പൈക്ക് ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ 3.14 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഹിൻഡിൽ പറയുന്നുണ്ട് 3.14 എടുത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. 3.14 ഇൻറ്റു 35520 അങ്ങനെയാണ് ആൻസർ വരിക, ആ ടേം വരിക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ നോക്കാം. 3552 ഇൻറ്റു 314. Are you getting like this? 1115328 അങ്ങനെയാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1115328. ഇനി അതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. ഒരു 0 കൂടി ആഡ് ചെയ്തു. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ 0.80 എന്നാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ആൻസർ ഇങ്ങനെ പറയാം, 1115328 അത്ര സെൻറ്റിമീറ്റർ ക്യൂബ് അതാണ് വരിക. 1115328 സെൻറ്റിമീറ്റർ ക്യൂബ് ഫൈനൽ ആൻസർ ആയിട്ടില്ല. ഇത് ഏതാ, വോളിയാണ് അല്ലേ. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് നല്ലോണം നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് മാസ് ആണ് അല്ലേ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യനിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് അയൺ ഹാസ് 8 gram മാസ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ക്യൂബ് അയൺ ഹാസ് 8 gram മാസ്. ഇതാണ് പറയണത്. നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് വോളി ഉള്ളത്, അപ്പോൾ അതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് കിട്ടുക. അതായത് 1 സെൻറ്റിമീറ്റർ ക്യൂബിന് 8 gram ആണ് മാസ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഈ വാല്യൂവിനെ
ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരിക നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാസ് ഓഫ് ഈ വാല്യൂ അല്ലേ 111,532.8 സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു അതിനെ നമുക്ക് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 11532.8 അത്രയും വോളിയാണുള്ളത്. അതിനെ എത്ര ഗ്രാമാണെന്ന് പറയണത്? ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് 8 ഗ്രാമാണെന്ന് പറയണത് അല്ലേ. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 8 ദാറ്റ് വിൽ ബി ദ മാസ്. 11532.8 into 8 you will be getting like this. So it will be 892262.4 that much gram. That will be the answer. It is gram. We can change this one into kilogram if you want. How can you change this one into kilogram? By dividing by 1000. So if you divide it by 1000 it will change it into kilogram. 892262.4. So when you divide by 1000, 1, 2, 3, decimal will be here. So you can write 892.2624 that much kilogram. That will be the final answer. Clear? So what do you have to take care here? Very simple question. There are two cylinders. Both radius and height of both cylinders are different. So just take pi common outside. The value of pi should be given 3.14. Then simplify all other terms, then multiply. At last 1 centimeter cube is equal to 8 gram. Then this much centimeter cube mass you have to find out. Then that should be multiplied with 8. Then you will get first in gram. Then you can convert into kilogram. Calculations are little difficult because it's a big value and with the decimal also. That's why you must be careful. Okay. Then only you will be able to get the correct answer. Okay. Move to the 7th question now. A solid consisting of a right circular cone of height 120 cm and radius 60 cm standing on a hemisphere of radius 60 cm is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of the cylinder is 60 cm and its height is 180 cm. So what is given in the question? You must read it properly. A solid consisting of a right circular cone of height, it is given, standing on a hemisphere. So a cone is standing on a hemisphere. So you can draw a figure first. A cone stands on a hemisphere. That should be the solid you have to think about. A cone is standing on a hemisphere. And what is the next condition they are telling? And they explain like this. It's placed upright in a right cylinder, circular cylinder. So it is placed in a right circular cylinder. So it is placed in a cylinder. So this is what the figure will be. Okay. So there is a hemisphere and a cone standing on a hemisphere. That solid is kept in a cylinder. This is what they given. Cylinder insert ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വാട്ടർ നമുക്ക് കുറേ പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ പുറത്ത് വന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള സിലിണ്ടറിൽ ബാക്കിയുള്ള വാട്ടറാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. വാട്ട് they ask find the volume of water left in the cylinder. എത്ര വാട്ടർ ആയിരിക്കും അതിൽ ലെഫ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ബാക്കിയുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയായിരിക്കും വരിക? എത്ര വാട്ടർ ആണ് അതിൽ ബാക്കിയുള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ഏതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്? ഒരു സോളിഡ് അല്ലേ. ആ സോളിഡിൻ്റെ വോളിയം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം.
സിലിണ്ടറിൽ എത്രയാണോ വോളിയം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആ സോളിഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്നു അല്ലേ. അപ്പോൾ സോളിഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുന്ന വാട്ടർ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് ദ സോളിഡ്, അതായിരിക്കും അതിൽ ബാക്കി ഉണ്ടാവുന്ന വാട്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു left in cylinder is equal to volume of cylinder minus volume of solid. ഒരു സോളിഡ് അതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ കുറേ വാട്ടർ പുറത്തേക്ക് പോകും. ബാക്കി അതിലുള്ള വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് ആ സോളിഡിൻ്റെ വോളിയം മൈനസ് ചെയ്താൽ മതി. എത്ര വാട്ടർ ആയിരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക, ഈ സോളിഡിൻ്റെ അത്രയും വോളിയമാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് സോളിഡിൻ്റെ വോളിയം മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വോളിയം ഓഫ് വാട്ടർ അതിൽ ലെഫ്റ്റ് ചെയ്തിരിക്കും, ബാക്കി ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് സോളിഡ്, ഇതായിരിക്കും വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാം, ഫോർമുല ഏതാ, പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയാം അല്ലേ, മൈനസ് വോളിയം ഓഫ് സോളിഡ്. സോളിഡ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആണ്. രണ്ട് ഫിഗർ തമ്മിൽ ജോയിൻ ചെയ്തതാണ്. ഏതാ, ഒരു ഹെമിസ്ഫിയറും പിന്നെ ഏതാ, ഒരു കോണും അല്ലേ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഏത്, നമ്മുടെ സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഏതാ വരിക, ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് ഏത് വരും, കോൺ. ഇതായിരിക്കും നമ്മുടെ സോളിഡ് എന്ന് പറഞ്ഞാൽ. സോളിഡിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒരു ഹെമിസ്ഫിയറും ഒരു കോണും. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പൈ ആർ സ്ക്വയർ എച്ച് മൈനസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ, നമുക്കറിയാം ഫോർമുല 2/3 പൈ ആർ ക്യൂബ്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആറിന് റേഡിയസ് എടുക്കാം, കാരണം ഈ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നതും കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. മൂന്നിൻ്റെ റേഡിയസും എന്താ, സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 6 സെയിം തന്നെ എടുക്കാം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 പൈ ആർ ക്യൂബ് എന്ന് എഴുതാം, പ്ലസ് വോളിയം ഓഫ് കോൺ നമുക്കറിയാം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഹൈറ്റ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എച്ച് വേറെ എടുക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയാണ് എച്ച്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് തന്നെയാണ് സിലിണ്ടറിൻ്റെ റേഡിയസ്, ഇത് തന്നെയാണ് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ്. അപ്പോൾ രണ്ടും എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം. ആർ സ്ക്വയർ എച്ച് അതുപോലെ എഴുതി. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വേണമെങ്കിൽ ഒരു 2/3 ഉണ്ട് അല്ലേ, 1/3 ഉണ്ട്, പിന്നെ ഏതാ പൈയും ഉണ്ട്, ആർ സ്ക്വയർ ഉണ്ട്. ഈ രണ്ട് ടേം മാത്രം നോക്കിക്കഴിഞ്ഞാൽ 1/3, 2/3നെ 2 × 1/3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒരു 1/3 പിന്നെ പൈ പിന്നെ ആർ സ്ക്വയർ, ഇവിടെ ആർ ക്യൂബും ഇവിടെ ആർ സ്ക്വയറും. ഇതിൽ ഈ മൂന്ന് ടേമും പുറത്തെടുക്കാം. ഈ രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് 1/3 പൈ ആർ സ്ക്വയർ ഇത്രയും ടേമുകൾ പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ ഒരു 2 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ആർ ഉണ്ടാവും, 2r പ്ലസ് ഇവിടെ 1/3 പൈ ആർ സ്ക്വയർ പോയാൽ ബാക്കി അവിടെ ഒരു എച്ച് ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് ടേമൊന്നും നമ്മൾ എടുത്തത് 1/3 പൈ ആർ സ്ക്വയർ ആണ് പുറത്തേക്ക് എടുത്തത്. ഇനി നോക്കുക, ഈ രണ്ട് ടേം, ഇപ്പോൾ രണ്ട് ടേം ഇതും ഒന്നും ഇതാന്ന് വിചാരിക്കുക. ഇതിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് ഏതാ, പൈ വരുന്നുണ്ട്, പിന്നെ ഏതാ ആർ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമൊന്നും പൈ പിന്നെ ഏതാ ആർ സ്ക്വയർ, ഇത് രണ്ടും കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി ഇവിടെ ഏതുണ്ടാവുക, എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മൈനസ് ഇവിടെ ഉണ്ടാവുക ഒരു 1/3, അത് അവിടെ ബാക്കി ഉണ്ടാവും, ഇൻറ്റു ഈ ബ്രാക്കറ്റ്, അതായത് 2r പ്ലസ് എച്ച്, ആ ബ്രാക്കറ്റ് അതുപോലെ ബാക്കി ഉണ്ടാവും അല്ലേ. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഇതിലെ പൈ ആർ സ്ക്വയറും ഇതിലെ പൈ ആർ സ്ക്വയറും കോമൺ ആയി പുറത്തെടുത്താൽ ഇവിടെ ഒരു എച്ച് ഉണ്ടാവും, ഇവിടെ -1/3 അതുപോലെ ഉണ്ടാവും. ഈ ടേം പുറത്തു പോയാൽ ബാക്കി ഈ ബ്രാക്കറ്റ് അവിടെ റിമെയിൻ ചെയ്യും, 2r പ്ലസ് എച്ച്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ ഏതാ, 22/7.
റേഡിയസ് എല്ലാറ്റിൻ്റെ റേഡിയസും സെയിം ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റേഡിയസ് എത്രയാണ് 60 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ ആണ്. R ഇസ് ഈക്വൽ ടു 60. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 60 ഇൻറ്റു 60 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 180 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ 180 ആണ്. അപ്പോൾ 180 മൈനസ് 1/3 ഇൻറ്റു 2R. 2 ഇൻറ്റു R എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് 60 അല്ലേ. 2 ഇൻറ്റു 60 പ്ലസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഏതാ കോൺ അല്ലേ. കോണിൻ്റെ ഹൈറ്റ് തന്നിട്ടുള്ളത് 120 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പോൾ അതിന് പകരം 120 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 180 മൈനസ് ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം 1/3 ഇൻറ്റു 2 ഇൻറ്റു 60 എത്രയാ 120 അല്ലേ പ്ലസ് 120 എന്നായി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇതുപോലെ വരും 22/7 ഫസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 60 ഇൻറ്റു 60 അത് ഞാൻ തൽക്കാലം അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 180 അല്ലേ 180 മൈനസ് 1/3 ഇൻറ്റു 120 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ എത്രയായി 240 ആയി അല്ലേ. 3 240യിൽ കട്ട് ചെയ്ത് കളയാം. എത്ര ടൈംസ് 8 അപ്പോൾ 80 ആയി. 120 120 കൂടി 240 ആയി. 3 240യിൽ 80 ടൈംസ് കട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 180 മൈനസ് 80 എന്നായി. ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 180 മൈനസ് 80 എന്ന് പറഞ്ഞാൽ എത്രയായി 100 ആയി അല്ലേ. 100 എന്ന് മാറി വരും. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 6 ഇൻറ്റു 6 36 ആയി അല്ലേ. എത്ര സീറോസ് ബാക്കിയുണ്ട് 4 സീറോസ് അല്ലേ. അപ്പോൾ 3 6 0 0 0 0 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 22 ഇൻറ്റു 36 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 36 ഇൻറ്റു 22 72 72 അല്ലേ എന്ന് പറയുമ്പോൾ എത്രയും 792 792 ഡിവൈഡഡ് ബൈ 22ന് 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4 സീറോസ് അതുപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 7. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം. 792നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 792 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 1 7 9ൽ 1 22 7 3 ടൈംസ് അല്ലേ 21 റിമൈനിങ് 1 10ൽ 1 ടൈം ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ 792ൽ കട്ട് ചെയ്യുമ്പോൾ 113.1 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. 113.1 ഇൻറ്റു ഇവിടെയുള്ള 4 സീറോസ് ഞാൻ അതുപോലെ എഴുതി ഇൻറ്റു 10,000 എന്ന് എഴുതിയിട്ടാ. ദാറ്റ് മച്ച് വാട്ട് ഇസ് എ യൂണിറ്റ് ഗിവൺ സെൻറ്റിമീറ്റർ ആണ്. അത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ദാറ്റ് വിൽ ബി ദ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ 113.1 ഇൻറ്റു 10,000 സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ദ വോളിയം. നമുക്കതിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ മീറ്റർ ക്യൂബിലാണ് പറയുക വോളിയം ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെ 100 ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 1 സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര സീറോസ് വരും? ടോട്ടൽ 6 സീറോസ് ഉണ്ട്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10 lakh വരും. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സീറോസ് 4 എണ്ണം ക്യാൻസൽ ചെയ്യാനായിട്ടുണ്ട് അല്ലേ. ബാക്കി വാട്ട് വിൽ ബി റിമൈനിങ്? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 113.1 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ
131 എന്ന് പറയാം. ദാറ്റ് മച്ച് മീറ്റർ ക്യൂബ്. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അപ്പോൾ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം 1.131 മീറ്റർ ക്യൂബ്. ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പോൾ 7th ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഒരു കാര്യം ഐഡിയ മനസ്സിലാക്കേണ്ടത്, എത്ര വാട്ടർ അതിൽ റിമെയിൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ലെഫ്റ്റ്, വാട്ടർ ലെഫ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വാട്ടർ പുറത്ത് പോയി എന്നല്ല, വാട്ടർ ലെഫ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആലോചിക്കേണ്ടത്, സിലിണ്ടറിൽ ഒരു സോളിഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറേ വാട്ടർ പുറത്തേക്ക് പോയിണ്ടാവും. ബാക്കിയുള്ള വാട്ടറാണ് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? വോളിയം ഓഫ് സിലിണ്ടറിൽ നിന്ന് വോളിയം ഓഫ് സോളിഡ് മൈനസ് ചെയ്യുക. സോളിഡിൻ്റെ അത്ര വോളിയാണ് പുറത്തേക്ക് പോയിണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ള വോളിയം കിട്ടാനായിട്ട് വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് വോളിയം ഓഫ് സോളിഡ്, ദാറ്റ് വിൽ ബി ദ വാട്ടർ റിമെയിൻ ഓർ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ. ദാറ്റ് വിൽ ബി ദ ആൻസർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രോബ്ലമൊക്കെ ഒന്ന് വായിച്ച് നോക്കി കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട തരം പ്രോബ്ലംസ് ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ എക്സസൈസിൽ. എ സ്പെരിക്കൽ ഗ്ലാസ് വെസൽ ഹാസ് എ സിലിണ്ടറിക്കൽ നെക്ക് 8 cm long and 2 cm in diameter. The diameter of the spherical part is 8.5 cm. By measuring the amount of water it holds, a child finds its volume to be 345 cm cube. Check whether she is correct taking the above as the inside measurement and pi is equal to 3.14. They asked to take pi 3.14 in this problem. Question is given like this. എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കുക. ഇവിടെയും ഒരു കോമ്പിനേഷൻ ഓഫ് സോളിഡ് ഉണ്ട് അല്ലേ? ഏതാ കോമ്പിനേഷൻ ഓഫ് സോളിഡ് നോക്കൂ. ഒരു സ്പെരിക്കൽ ഗ്ലാസ് വെസൽ ഹാസ് എ സിലിണ്ടറിക്കൽ നെക്ക്. അപ്പോൾ ആദ്യം ഒരു സ്പെരിക്കൽ ഗ്ലാസ് വെസൽ ഹാവ് എ സിലിണ്ടറിക്കൽ നെക്ക്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അടിയിലൊരു സ്ഫിയറും മുകളിലൊരു സിലിണ്ടറും. സിലിണ്ടറിക്കൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫിഗറാണ് അവർ അസ്യൂം ചെയ്യുന്നത് അല്ലേ, പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്, വെസൽ ഹാസ് എ സിലിണ്ടറിക്കൽ നെക്ക് 8 cm ലോങ്. ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 8 cm. ആൻഡ് വാട്ട് ഈസ് ഗിവൺ 2 cm ഡയാമീറ്റർ. ഇതിന് ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 cm ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1 cm ആയിരിക്കും, ഹാഫ് ഓഫ് ദ ഡയാമീറ്റർ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 cm ആണ് ഡയാമീറ്റർ എങ്കിൽ റേഡിയസ് 1 cm ആണ്. ഡയാമീറ്റർ ഓഫ് ദ സ്പെരിക്കൽ പാർട്ട്. സ്പെരിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് വരിക അല്ലേ, സെൻറ്ററിൽ കൂടെ ഇതാണ് വരിക അതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 8.5 cm ആണ് ഡയാമീറ്റർ എന്ന് പറയുന്നത്. സോ ഡയാമീറ്റർ ഈസ് 8.5. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ക്യാപിറ്റൽ ആർ എടുക്കാം നമുക്ക്, 2 റേഡിയസ് ഉള്ളതുകൊണ്ട് 8.5/2 അങ്ങനെയാണ് റേഡിയസ് വരിക, അതിൻ്റെ ഹാഫ് അല്ലേ, 8.5/2. അപ്പോൾ ഡെസിമൽ ആയതുകൊണ്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. നൗ വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ്, you have to find out the volume of this solid. ഈ വെസലിൻ്റെ മൊത്തം വോളിയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ് കറക്റ്റ്, അവർ പറഞ്ഞിട്ടുള്ള വാല്യൂ കറക്റ്റ് ആണ്. 345 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പൈയുടെ വാല്യൂ 3.14 എടുക്കാനായിട്ട് അവർ ഹിൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാൽ നമുക്കറിയാം വോളിയം ഓഫ് വെസൽ ഈസ് ഈക്വൽ ടു, വെസൽ 2 ഫിഗറുകൾ ജോയിൻ ചെയ്തതാണ് അല്ലേ. ഏതൊക്കെയാണ്? കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആണ്, സ്പിയറും പിന്നെ ഏതാ ഒരു സിലിണ്ടറും അല്ലേ. സോ വി ക്യാൻ സേ വോളിയം ഓഫ് സ്പിയർ പ്ലസ് വോളിയം ഓഫ് സിലിണ്ടർ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? ടോട്ടൽ വോളിയം ഓഫ് വെസൽ കിട്ടുക. സിലിണ്ടറിൻ്റെ സ്പിയറിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, ഏതാ? 4/3 πr³. ഞാനിവിടെ ക്യാപിറ്റൽ ആർ എടുക്കുന്നു. 2 റേഡിയസും ഈക്വൽ അല്ലാത്തതുകൊണ്ട് റേഡിയസ് ഒന്ന് ക്യാപിറ്റൽ ആറും ഒന്ന് സ്മോൾ ആറും എടുക്കാം. വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം, πr²h. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ ആറും ഒന്ന് സ്മോൾ ആറും എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരാളുണ്ട്, ആരാ? പൈ. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഇനി ബാക്കിയുള്ള എന്തായിരിക്കും വരിക? 4/3 r³ കൂടി ഉണ്ടാവും. ഇവിടെ ബാക്കി ഉണ്ടാവുക r²h ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ ഏതെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 3.14. വി ക്യാൻ ടേക്ക് ഇൻറ്റു 4/3 ഇൻറ്റു വാട്ട് ഈസ് ക്യാപിറ്റൽ ആർ? 8.5/2 അല്ലെങ്കിൽ 4.25 എന്ന് എടുക്കാം. ഇവിടെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം 8.5/2 എടുക്കുന്നതാണ്. ഈ 4 ആയിട്ട് കട്ട് ചെയ്ത് കളയാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ ആറിനെ നമുക്ക്
8.5/2 എന്നുള്ള ഫോമിലാണ് ഞാൻ എഴുതുന്നത്. ആർ ക്യൂബാണ്, അപ്പോൾ 3 ടൈംസ് എഴുതണം അല്ലേ. 8.5/2 റേഡിയസ് എന്ന് പറഞ്ഞാൽ 8.5/2 ആണ് കേട്ടോ. ഡയാമീറ്റർ ആണ് 8.5 പ്ലസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ 1 ആണ്. അപ്പോൾ 1 × 1 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് 8 ആണ് അല്ലേ. സിലിണ്ടറിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 8 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 2 × 2 4 ആയിട്ട് കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് /2 എടുക്കുന്നതാണ് എളുപ്പമെന്ന്. നമുക്ക് കട്ട് ചെയ്ത് കളയാതെ, അതുകൊണ്ടാണ് പറയാൻ കാരണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 ഡിവൈഡഡ് ബൈ 3 × 2 which will be 6 പ്ലസ് 1 × 1 1 1 × 8 8 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.14 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 പ്ലസ് ഞാനിവിടെ എൽ സി എടുക്കാൻ പോവാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ 8 മാത്രമേ ഉള്ളൂ. 8ൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് വിചാരിക്കാം 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യുക, എങ്ങനെ എൽ സി എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ 6നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 8 കൊണ്ട്. എൽ സി എടുക്കുകയാണ്. അപ്പോൾ 6 × 8 എത്രയായിരിക്കും വരിക 48. 6 × 8 48 ആയി. ഹോൾ ഡിവൈഡഡ് ബൈ 6. അങ്ങനെ കോമൺ ആയിട്ട് 6 എൽ സി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് 6നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മെത്തേഡിൽ ഞാൻ എൽ സി എടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. 3.14 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 8.5 ഇൻറ്റു 8.5 മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഫർദറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ 85 ഇൻറ്റു 85 5 × 5 25 റിമൈനിങ് 2 42 5 2 7 7 2 2 5 അതാണ് വരിക 85 ഇൻറ്റു 85. ഡെസിമൽ ഇടണം. അപ്പോൾ 0.25 എന്നാവും അല്ലേ. 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് പോയിന്റ് ഇടണം. വീണ്ടും ഒരു 85 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അഗെയിൻ മൾട്ടിപ്ലൈ വിത്ത് 85 5 × 5 25 So 5 2 1 1 6 6 1 4 1 2 5 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5. ഇനി അതിൽ നമുക്ക് 3 ഡിജിറ്റ്സ് ലെഫ്റ്റിലേക്ക് നീക്കി പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ 614.125 അതാണ് പ്രൊഡക്റ്റ് ഓഫ് 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 എന്ന് പറയുന്നത് ഇതായിരിക്കും വരിക 614.125. ഇനി അതിന് 48 ആഡ് ചെയ്യണം കേട്ടോ. ഡിവൈഡഡ് ബൈ എത്രയാണ് 6. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3.14 ഇൻറ്റു ഇതിൻ്റെ കൂടെ 48 ആഡ് ചെയ്യുമ്പോൾ 652.125 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 662.125 ആവും. ഡിവൈഡഡ് ബൈ 6 ആവും. 6 കട്ട് ചെയ്യുമ്പോൾ 6ൽ 1 ടൈം 6ൽ 1 ടൈം 6 പോല 0 എഴുതി 0.21 അല്ലേ. 21ൽ 6 3 ടൈംസ് 3 × 6 18 കഴിഞ്ഞ് 3 32ൽ 5 ടൈംസ് 30 25ൽ 4 ടൈംസ്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം വരിക 3.14 ഇൻറ്റു 110.354 അപ്രോക്സിമേറ്റ്ലി ഈ വാല്യൂ ആണ് വരിക. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഇങ്ങനെ ആൻസർ കിട്ടും. അതിനെ മൾട്ടിപ്ലൈ ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുപോലെ വരും 3 4 6 5 1 ഡെസിമൽ നീക്കിയിടുകയാണെങ്കിൽ നമുക്ക് 346. approximately 51. What's the unit we have? That much we have to get centimeter. Am I right? That much centimeter cube. That will be the answer. So ഏകദേശം 346.51 centimeter cube ആയിരിക്കും ആൻസർ ആയിട്ട് വരിക.
ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ഡെസിമൽ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ചെയ്യുക, സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് എഴുതുക. അറ്റ്ലീസ്റ്റ് ആ സ്റ്റെപ്പിൻ്റെ മാർക്കെങ്കിലും നിങ്ങൾ മിസ്സാക്കരുത്. കോംപ്ലിക്കേഷൻ ആണെങ്കിലും നല്ലോണം ശ്രദ്ധിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലമാണ്, അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ 4 പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. സോ യു വിൽ ബി ഏബിൾ ടു ഡു ദ പ്രോബ്ലം വെരി വെൽ. ഓക്കെ, സോ ഹോപ്പ് all of you understood the problem what I explained. Thank you for watching. Don't forget